മാത്രം. അതിനുശേഷമാണ് സ്റ്റാഫ് ആണോ ടീച്ചർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർ റീഡയറക്ഷൻ ചെയ്തോളൂ. Then പാർവതി. ടീച്ചറിന്റെ സൈൻ അപ്പ് ലോഗിൻ സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? കാർഡും എഡിറ്റ് സെക്ഷനും ചോദിച്ചിരുന്നു. എഡിറ്റിൽ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷന്റെയും കൂടി സെൻഡ് ചെയ്തിടുക. ബാക്കി ഫ്രണ്ട് എൻഡ് എല്ലാം ഓക്കെ ആണ്. നമ്മളിപ്പോൾ സൈൻ അപ്പിൽ ആഡ് ചെയ്യുന്ന എല്ലാ വാലിഡേഷൻസും എഡിറ്റ് സെക്ഷനിലേക്ക് ആഡ് ചെയ്യുക എല്ലാവരും. അതിനുശേഷം പ്രൊഫൈൽ പ്രോപ്പർലി അപ്ഡേറ്റ് ആവുന്ന ആ മെസ്സേജ് ഉൾപ്പെടെ അതും ഇൻക്ലൂഡ് ചെയ്യാം. രേഷ്മ PS. മാം ഞാൻ ഫോണിന്ന് ജോയിൻ ചെയ്തേക്കുന്നു. എന്റെ ലാപ്പ് ഒന്ന് റെഡിയാക്കാൻ കൊടുത്തേക്കുക. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നോ? മാം കുറച്ചേ ചെയ്തിട്ടുള്ളൂ. കാർഡിന്റെ സെക്ഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. എന്നത്തേക്ക് നാളെ ആവുമ്പോഴേക്ക് അയച്ചുതരാം. ഓക്കെ, സെക്ഷൻസ് ഫാസ്റ്റ് ആക്കുക. ഓക്കെ മാം. സേനസ് കാണിക്കണ്ടേ? യെസ്. ഇവിടെ ലോഗ്ഡ് ഔട്ട് എന്നും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഈ യൂസർ ഡാഷ്ബോർഡിൽ ഒന്ന് ബാക്ക് അടിച്ച് ഓക്കെ, പ്രോപ്പർലി ഒരു നൗ ബാർ പാസ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് സ്റ്റൈൽഡ് ആയിട്ട് കുറച്ചുകൂടി ഡാഷ്ബോർഡ് കുറച്ചുകൂടി സ്റ്റൈൽഡ് ആയിട്ട് കൊടുത്തോളൂ. പിന്നെ വാലിഡേഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കണം എഡിറ്റ് സെക്ഷനിൽ. അത് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്താലും മതി. Then user section. ഇവിടെയും പ്രോപ്പർലി സ്റ്റൈൽഡ് ആയിട്ട് ഓരോ സെക്ഷൻസും പാസ് ചെയ്യാം. എല്ലാം കംപ്ലീറ്റ് അല്ലേ? അഡ്മിൻ ഫങ്ഷൻസ് ഒന്ന് എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാം. ടോട്ടൽ സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് ഒതന്റിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. സെനസ് ഔട്ട്പുട്ട് ഒന്ന് എടുത്ത്. ഓക്കെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. അഡ്മിൻ്റെ ഡാഷ്ബോർഡിന് നെയിം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? അഡ്മിൻ ഹോം എന്നല്ലേ? ഓക്കെ, ലോഗ് ഔട്ട് ചെയ്ത് ദെൻ ആ ഒരു പോർട്ടിന് ശേഷം സ്ലാഷ് ഇട്ട് അഡ്മിൻ ഹോം ഒന്ന് പാസ് ചെയ്തേ.
നോർമൽ സ്ലാഷ് കൊടുത്തോളൂ. ശരിയായിട്ടില്ല. സ്ലാഷ് ഇട്ട് അഡ്മിൻ ഹോം എന്ന് കൊടുക്കുക. എൻ്റർ അടിക്കുക. ഇതാ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാണ്ട് തന്നെ അഡ്മിൻ പാനലിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഇത് നമ്മൾ പ്രോപ്പർലി ലോഗിൻ ചെയ്താൽ മാത്രമായിരിക്കണം നമുക്ക് ആ ഒരു ഹോം പേജിലേക്ക് ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ആവേണ്ടത്. സോ ഇവിടെ നമുക്ക് ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യാം. കോഡ് എടുക്കുക. വ്യൂസ് എടുത്തോളൂ. വ്യൂസിൽ ലോഗിൻ റിക്വയർഡ് എന്ന മൊഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ടോപ്പിലേക്ക് സ്ക്രോൾ ചെയ്ത് യെസ് അതൊന്ന് സെലക്ട് ചെയ്ത് കാണിക്കുക. ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു 6th ലൈൻ ടോട്ടൽ ഫ്രം django.contrib .auth.decorators import login required. ഈ ഒരു സെക്ഷൻ എല്ലാവരും ആഡ് ചെയ്തോ? നമ്മുടെ കൂടുതലും ചെയ്യാനോ സർ? യെസ് ചെയ്തോളൂ. അഡ്മിൻ സൈഡിലേക്ക് ആഡ് ചെയ്തോളൂ. ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്യുക. പാസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇൻഫോം ചെയ്യാം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്തോ? ചെയ്തു മിസ്. ഓക്കെ. ദെൻ ഇനി ലോഗൗട്ട് ഫംഗ്ഷൻ എടുക്കുക. ഇവിടെ നമ്മളുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റിൽ ഓത്ത് യൂസർ എന്ന ടേബിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ആ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത ടോപ്പിൽ ഫ്രം django.contrib.auth.models import user കോമ ഇട്ട് അവിടെ ഓത്ത് എന്ന മൊഡ്യൂൾ കൂടി ഇമ്പോർട്ട് ചെയ്യാം. യെസ് ബ്രാക്കറ്റ്സ് വേണ്ട. അവിടെ ഓത്ത് കൂടി പാസ് ചെയ്തു. ഓക്കെ. ദെൻ ഇനി ലോഗൗട്ട് ഫംഗ്ഷനിലേക്ക് വരാം. അവിടെ ലോഗൗട്ട് ഫംഗ്ഷനിൽ ഡെഫ് ലോഗൗട്ടിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഓത്ത് ഡോട്ട് ലോഗൗട്ട് എന്ന് കൊടുത്തേ. ഓത്ത് ഡോട്ട് ലോഗൗട്ട് ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ്. ഓക്കെ. അതിൻ്റെ ലൈൻ നമ്പർ 89 റിമൂവ് ചെയ്തോളൂ. പിന്നെ ഈ ലോഗൗട്ട് ഫംഗ്ഷനൊക്കെ പ്രോപ്പർലി നെയിം കൊടുക്കുമ്പോൾ അവിടെ ജസ്റ്റ് ലോഗൗട്ട് എന്ന് മാത്രം കൊടുക്കാണ്ട് ലോഗൗട്ട് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ജസ്റ്റ് _fun കൂടി ആഡ് ചെയ്യുക.
ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ പേജസിലെല്ലാം ലൈൻ നമ്പർ 87 അവിടെ ലോഗൌട്ട് അണ്ടർസ്കോർ FUN എന്നാക്കിക്കേ. ഇവിടെ നമ്മൾ അത് ചേഞ്ച് ചെയ്യുമ്പോൾ URLസിൽ ചേഞ്ച് ചെയ്യണം, അതുപോലെ പേജിൽ എല്ലാം റീനെയിം ചെയ്ത് കൊടുക്കുക. URLs എടുക്കുക. വ്യൂസ് റീനെയിം ചെയ്തേ. യൂസർ എന്നില്ലല്ലോ, യൂസർ അണ്ടർസ്കോർ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി HTML പേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ, നൗബാറിലായിരിക്കും. ഇതൊക്കെ ലോഗിൻ കണ്ടെയ്നർ അല്ലേ, അവിടെ ലോഗൗട്ട് പ്രൊവൈഡ് ചെയ്യില്ലല്ലോ. ലോഗൗട്ടിനവിടെ hrefനുള്ളിൽ ലോഗൗട്ട് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് റീഡയറക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ആ ലോഗൗട്ട് ഫംഗ്ഷൻ കൊടുക്കണം. ഇത്രയും സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണ് മിസ്. ബാക്ക് ടു വ്യൂസ് ഒന്ന് എടുത്തേ. ഓക്കെ, ലോഗൗട്ട് ഫംഗ്ഷന്റെ വ്യൂസിൽ auth.logout ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് പാസ് ചെയ്തു. ദെൻ മെസ്സേജ് ലോഗൗട്ട് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. റിട്ടേൺ റീഡയറക്റ്റിൽ ഹോം പേജിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഈ ലോഗൗട്ട് ഫംഗ്ഷന്റെ ടോപ്പിൽ ലോഗിൻ റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെക്ഷൻ തന്നെ അഡ്മിൻ പേജിലേക്ക് കൊടുക്കുക. അഡ്മിന്റെ ഡാഷ്ബോർഡ് ലോഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്തേ. അല്ലെങ്കിൽ അഡ്മിൻ ഹോമിന്റെ പേജ് ലോഡ് ചെയ്യുന്ന സെക്ഷനിലേക്ക് വരിക. വ്യൂസ്, പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ്. ടോപ്പിലായിരിക്കില്ലേ, ഫസ്റ്റ് അല്ലേ അഡ്മിൻ ഹോം ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലോഗിൻ റിക്വയർഡ് പാസ് ചെയ്യുക. അറ്റ് ലോഗിൻ റിക്വയർഡ് ബ്രാക്കറ്റ്സിൽ ലോഗിൻ അണ്ടർസ്കോർ URL ഈക്വൽ ടു ഏത് പേജിലാണ് നമ്മൾ ഒന്നെങ്കിൽ ലോഗിൻ കണ്ടെയ്നർ അല്ലെങ്കിൽ ഹോം പേജ് നമുക്ക് അവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ലോഗിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോഗിൻ കണ്ടെയ്നർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പേജിലേക്ക് ഇവിടെ റീഡയറക്ഷൻ കൊടുക്കുക. അതായത് പ്രോപ്പർലി ലോഗിൻ ഫങ്ഷൻസ് യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുക്കാണ്ട് ലോഗിൻ ചെയ്യാണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോഗിൻ റിക്വയർഡ് പാസ് ചെയ്തോ?
സൈനസ് സ്റ്റോപ്പ് ചെയ്തോളൂ. ഇപ്പൊ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഷെയർ ചെയ്തേ. ഓക്കെ. രേഷ്മ. മിസ് ഞാനും റെക്കോർഡ് ചെയ്യുമായിരുന്നു, ചെയ്തില്ല. മീൻസ് അഡ്മിൻ സെക്ഷന്റെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ലോഗിൻ റിക്വയർഡ് മാത്രമേ ഇമ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, കുഴപ്പമില്ല, ഷെയർ ചെയ്തോളൂ, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ലോഗിൻ റിക്വയർഡിന്റെ കോഡ് കൊടുത്തു, ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ലോഗ് ഔട്ട് ഫംഗ്ഷൻ എടുത്തേ. കോമൺ ലോഗ് ഔട്ട് ഫംഗ്ഷൻ ആണോ രണ്ടുപേർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അതെ മിസ്സേ. ഓക്കെ, ഇവിടെ അപ്പോൾ പാസ് ചെയ്യാം. ഡെഫ് ലോഗ് ഔട്ട് യൂസറിൽ ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട് എന്ന ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. ലൈൻ നമ്പർ 205 സ്റ്റാർട്ടിങ്ങിൽ ഓത്ത് എന്നും കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട്. ഓക്കെ, റെക്കോർഡിങ് ഓൺ ആണോ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഓഫായി. എനിക്ക് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് പ്രശ്നമാകുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട് പാസ് ചെയ്തു. റീഡയറക്ഷൻ വെൽക്കം പേജിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫൈൻ. ഇനി അഡ്മിൻ പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ് എടുക്കുക. ഹോം പേജിലാണോ? അതെ മിസ്, ഞാൻ ഹോം പേജിൽ നിന്നായിരുന്നു കൊടുത്തേക്കുന്നത്. ഓക്കെ, അവിടെ പാസ് ചെയ്യാം. അറ്റ് ലോഗിൻ റിക്വയർഡ് ബ്രാക്കറ്റ്സിൽ ലോഗിൻ അണ്ടർസ്കോർ URL ഈക്വൽസ് കോഡ്സിനുള്ളിൽ നമ്മൾ ആ ലോഗിൻ കണ്ടെയ്നർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പേജിലേക്ക് ഓർ ഹോം പേജിലേക്ക് റീഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഒന്നുകൂടി റൺ ചെയ്തേ. അഡ്മിൻ സെക്ഷൻ ലോഗിൻ ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്യാം. ഹോം പേജ് അഡ്മിൻ്റെ അല്ലേ കൊടുത്തിരിക്കുന്നത്? വ്യൂസ് എടുത്ത്
ഓക്കെ. ഈ ലോഗിൻ യുആർഎൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോം എന്നല്ല. പകരം ഏത് പേജിലാണോ നമ്മൾ പ്രോപ്പർലി ലോഗിൻ ചെയ്യാതെ റീഡയറക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഒന്നെങ്കിൽ അതൊരു ലാൻഡിംഗ് സെക്ഷൻ ആവാം, ഇല്ലെങ്കിൽ ലോഗിൻ കണ്ടെയ്നർ ഇല്ലേ, അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പേജ് പാസ് ചെയ്യാം. യെസ്, ലോഗിൻ പേജ് കൊടുത്തോളൂ അവിടെ. പ്രോപ്പർലി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീഡയറക്റ്റ് ചെയ്ത് നിൽക്കേണ്ട പേജാണ് ലോഗിൻ റിക്വയർഡിൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് സ്ലാഷ് അടിച്ച് അഡ്മിൻ ഹോം ഒന്ന് ട്രൈ ചെയ്തേ. ഹോം എന്നല്ലേ കൊടുത്തിരിക്കുന്നത് അഡ്മിൻ്റെ ഡാഷ്ബോർഡിൽ. നിങ്ങൾ ഏത് പേജാണോ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് പാസ് ചെയ്ത് കൊടുക്കുക. ഇതാ നോക്കിക്കേ, റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് ആ ലോഗിൻ റിക്വയർഡിൽ പാസ് ചെയ്ത ലോഗിൻ പേജിലാണ് നിന്നിരിക്കുന്നത്. അഡ്മിൻ്റെ ആ ഒരു ഹോം പേജിലേക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്ക് എൻ്റർ ആവുന്നില്ല ഇവിടെ. ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതേ സെക്ഷൻ തന്നെ യൂസർ സൈഡിലും ടീച്ചറിന്റെ സൈഡിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒതന്റിക്കേഷൻ കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കോളേജിന്റെ പ്രൊജക്റ്റ് നമുക്ക് ടോട്ടലി കംപ്ലീറ്റ് ആവും. Then ഇന്ന് തന്നെ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാ സെക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യണം. സൈനപ്പിലെ എല്ലാ എറർ മെസ്സേജസും വേണം, എഡിറ്റ് പ്രൊഫൈലിലെയും എല്ലാ എറർ മെസ്സേജസും വേണം. ദെൻ അപ്ഡേഷൻസിനും ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴുള്ള മെസ്സേജസ്, സക്സസ്ഫുൾ ആവുന്ന മെസ്സേജസും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ പ്രൊജക്റ്റ് ടോട്ടലി റെസ്പോൺസീവ് ആണോ എന്നും ചെക്ക് ചെയ്യുക. ഇനിയുള്ള സെക്ഷൻസ് എല്ലാം പ്രോപ്പർലി റെസ്പോൺസീവ് ആയി തന്നെ ചെയ്തു പോകാം. ഓക്കെ, ദെൻ നാളെ നമുക്ക് അടുത്ത ടോപ്പിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുക. ട്യൂഷൻ സെന്റർ എന്നൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് ബേസിക് ഡീറ്റെയിൽസ്, സെറ്റിങ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടേക്കുക. ഡാറ്റാബേസ് കണക്ഷൻ വേണം. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ മൾട്ടി യൂസർ ലോഗിൻ സെക്ഷൻസ് ആണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് 2 യൂസേഴ്സ് വരുന്ന കേസാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എൽസ് പാർട്ടിൽ നെക്സ്റ്റ് സെക്ഷൻ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അഡ്മിൻ അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ യൂസർ ആയിരിക്കും. ബട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സിനെ ലോഗിൻ ചെയ്യുന്ന സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബേസിക് പ്രൊജക്റ്റും കണക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടേക്കാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ലീവ് ആയിക്കോളൂ.